ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഊളക്കളി എന്ന് വേണമെങ്കിൽ കളിയുടെ എത്തിക്സ് കീപ്പ് ചെയ്യുന്നവർക്ക് പറയാം. അതല്ലെങ്കിൽ വെൽ പ്ലേ എന്ന് പറയാം. കാരണം ഇത് ബിഗ് ബോസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ബുദ്ധിയും നല്ലൊരു കണ്ടന്റും സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതിലൂടെ ആളുകൾ ക്യാരക്ടർ മനസ്സിലാക്കുന്നുണ്ട്. അത് പലരും ചിന്തിക്കുന്നില്ല. എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിച്ചപ്പോൾ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ് ബിഗ് ബോസ് എന്നാണ് നമ്മുടെ ബിഗ് ബോസ് തന്നെ പറഞ്ഞത്. സോ അതേപോലെ തന്നെ എവിടെയാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈവൻ കമൻറ്റിങ് സെക്ഷനിലാണെങ്കിൽ പോലും ഒരാളുടെ റിഫ്ലക്ഷനാണ് അവിടെ കാണിക്കുന്നത്. അയാളുടെ സ്വഭാവം, അയാളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. സോ മോശമായ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലാണെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും പറയുന്ന വ്യക്തി അതിൻ്റെ പ്രത്യാഘാതകം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നലെ പവർ റൂമിൽ ആ ഒരു നമ്മുടെ ഗബ്രി പറഞ്ഞു പുള്ളി ടാഗ് മാറ്റാൻ പോവുകയാണെന്നുള്ളൊരു പട്ടി ഷോയും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഫൈനലി സംസാരിച്ച് എന്തായി, ജാസ്മിൻ പവർ റൂമിലോട്ടും കയറി, ഗബ്രിയും പവർ റൂമിലോട്ട് കയറി. ആ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ വൺ ക്യാൻ നോമിനേറ്റ് ദം. സോ ഇത്തവണ അവർക്ക് നോമിനേഷൻ വരുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അറഞ്ചും പറഞ്ഞ നോമിനേഷൻ വരും. കാരണം പുറത്ത് അതാണ് അവസ്ഥ. സോ അവർക്ക് രണ്ടുപേർക്കും അറിയാം അത് വരുന്നുള്ളത്. അതുകൊണ്ട് അവർ നൈസായിട്ട് കളിച്ച് സേഫായി. അതേപോലെ തന്നെ ജാസ്മിന് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ മുടിയന്റെ ഭാഗത്തുനിന്ന്, ഋഷിയുടെ ഭാഗത്തുനിന്ന് പണി വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതിനകത്ത് ഞാൻ ജാൻമണിയുടെ ആറ്റിറ്റ്യൂഡിനെ ഞാൻ സല്യൂട്ട് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളെ നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാളുടെ പ്ലാനിങ് ആണ് എങ്ങനെ കളിക്കണം എന്നുള്ളത്. ആ സമയം കമ്പയറിംഗ് ടു ഋഷി, ജിൻഡോയെ നമുക്ക് പ്ലേസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങുന്നുണ്ട്, റോങ് ടോക്സ് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ജയിൽ കഴിഞ്ഞ് വന്നതിന് ശേഷം ജിൻഡോ റോങ് ടോക്സും കാര്യങ്ങളും സംസാരിക്കുന്നില്ല. രതീഷ് പോയതിനു ശേഷം ജിൻഡോ ഇപ്പം അത്യാവശ്യം വോയിസ് റേസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഓപ്പണായിട്ട് ജിൻഡോ പറയുന്നുണ്ട് ഇങ്ങനെ ഗബ്രിയുടെ പുറകെ നടക്കുകയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ ജാസ്മിൻ കാണിച്ചതും നെറികെട്ട കളി തന്നെയാണ്. നെറികെട്ട കളി ഇൻ ദ സെൻസ് ലൈക്ക് ബെടക്കാക്കി തനിക്കാക്കാന്ന് പറയുന്ന പോലെ തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രാറ്റജി എടുത്ത് നോമിനേഷനിൽ നിന്ന് മാറി. അത് അവരുടെ കഴിവ്. മറ്റ് കണ്ടസ്റ്റൻസ് അത് മനസ്സിലാക്കി കളിക്കണമായിരുന്നു. ഒരു കാരണവശാലും ജാസ്മിനെ എടുക്കാതെ സിജോനെ എടുക്കണമായിരുന്നു പവറിലേക്ക്. ജാസ്മിനെ എടുക്കരുതായിരുന്നു. പക്ഷെ ചിന്തിച്ചു എന്തോ എനിക്കറിയത്തില്ല, ഇവൾ കയറി, ആര് ജാസ്മിൻ കയറി. അതുപോലെ തന്നെ ഋഷിക്കുള്ള പണി കൊടുക്കാൻ വച്ച് കഴിയുമ്പോൾ ജാൻമണി അവിടെ കയറി ഉടക്ക് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലെ ആത്മാർത്ഥ പക്ഷിക്ക് നെഞ്ചത്താ വെടിയെന്ന് പറഞ്ഞ മാതിരി ഋഷിക്ക് കിട്ടിയേനെ. ഋഷിയുടെ അടുത്ത് ഇത് പോയി പറയുകയും ചെയ്തു. അപ്പൊ ഗബ്രി പറയുന്നുണ്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ നടക്കേണ്ട കാര്യം പുറത്തു പോയി പറഞ്ഞു. പുറത്തു പോയി പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായത് ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ടായതുകൊണ്ടല്ലേ. ജാൻമണി വെറുതെ പോയി പറഞ്ഞാലോ, ജാൻമണി അതിനകത്ത് ഓപ്പണായിട്ട് പറയുന്നില്ല എനിക്ക് നെഗറ്റീവ് ആളുകളിൽ നിന്നും കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നന്നായിട്ട് കളിക്കുന്ന ഒരാളെ ഒരു കാര്യമില്ലാതെ നോമിനേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് അലൗ ദാറ്റ്. ഡെഫിനറ്റ്ലി ഐ വിൽ ടോക്ക് ടു ദം. ലൈക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറയുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ഋഷി ഇന്നലെ പൊട്ടിത്തെറിച്ച ലെവൽ വേറെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്തെങ്കിലും ചെയ്യോ, കൈ എങ്ങാൻ പൊന്തോ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ കൺട്രോൾ ചെയ്തെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ആൾക്ക് ബ്രീത്തിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഫൈനലി എന്തായി, കൺഫെഷൻ റൂമിൽ പോയിട്ട് ഫൈനൽ വാർണിംഗും കിട്ടി. കാരണം ആ വാർണിംഗ് ആവശ്യമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ലെവൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. അപ്പോൾ ഋഷി അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വാർണിങ്ങിന് നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് നമുക്ക് നഷ്ടമാവും. സോ ഇപ്പൊ ഇവർ രണ്ടുപേരും എന്തായാലും ഗബ്രിയും ജാസ്മിൻ എന്തായാലും അവിടെ പുറത്ത് അകത്ത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർ രണ്ടുപേരുടെയും കോംബോ എന്ത് തന്നെയാണെങ്കിലും നീ മിണ്ടണ്ട, അല്ലെങ്കിൽ നീ സംസാരിക്കേണ്ട, ഗബ്രിക്ക് വേണ്ടി നീ സംസാരിക്കുന്ന ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിപ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ പ്രേമമാണെങ്കിലും എന്ത് മണ്ണാങ്കട്ടയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കണ്ടന്റാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട്, ബിക്കോസ് അത് അവരുടെ ലൈഫാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ ജാസ്മിന്റെ എത്തിക്സ് സ്ട്രാറ്റജി കുറച്ച് മോശമായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് സിജോ സെൽഫ് പ്ലേ ആണ്, ഗബ്രി പറയുന്നുണ്ട് അവൻ ഭയങ്കര സെൽഫിഷാണ് അതാണെന്നുള്ളത്. പക്ഷെ ആക്ച്വലി ഇവിടെ ഗബ്രിയും ജാസ്മിനാണ് സെൽഫിഷ് ആയത്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് നോമിനേഷന് സേഫായി. അത് കണ്ടസ്റ്റന്റ് മണ്ടത്തരാണ്. അവർ സമ്മതിക്കാതിരുന്നാൽ ആ ഒരു പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഇതിൽ ഐ പേഴ്സണലി സപ്പോർട്ട് ഋഷി ഒരിക്കലും ഒരു സേഫ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്ത്രം മന്ത്രം കുതന്ത്രം എന്ന് പറഞ്ഞ മാതിരി ഗബ്രിയും ജാസ്മിനും നല്ല രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ വിപ്ലവങ്ങൾ പുറത്തും കുറെ എന്താ പറയാ അന്തം ഫാൻസ് കിടന്ന് കുരയ്ക്കുന്നുമുണ്ട്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ.